ഇന്ന് ഞാൻ ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ജനനി നവരത്ന മഞ്ജരി എന്ന കൃതിയെക്കുറിച്ച് എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പല വർഷം 1984 ആണ് ശിവഗിരി ശാരദാ മഠത്തിന് തറക്കല്ലിട്ടത്. ശാരദാ മഠത്തിന് തറക്കല്ലിടുന്നതിന് മുമ്പ് ശിവഗിരി പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന ബിംബത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഒരു കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. ശിവഗിരി എന്ന് പറയുന്നത് മഠമാണ്, ശിവഗിരി മഠം. ശാരദയും മഠമാണ്, ശാരദാ മഠം. ക്ഷേത്രവും മഠവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗുരുവിൽ നിന്ന് അറിവ് നേടുന്നതിന് വേണ്ടി ശിഷ്യർ ഗുരുവിനോടൊപ്പം താമസിക്കുന്ന സ്ഥലമാണ് മഠം. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണെന്ന് ആത്മജ്ഞാനത്തിലൂടെ മനസ്സിലാക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ബ്രഹ്മചാരികൾ ഗുരുവിനോടൊത്ത് താമസിക്കുന്ന ഇടമാണ് ശാരദ. അവിടെ പ്രതിഷ്ഠിച്ച ശാരദയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗുരുവിന്റെ കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. ആ കൃതി ഞാൻ എൻ്റെ അറിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അവതരിപ്പിക്കുമ്പോൾ അതിൽ തെറ്റുകളൊക്കെ സ്വാഭാവികമായി വന്നു ചേരാനിടയുണ്ട്. അത് നിങ്ങൾ സദയം ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ കൃതിയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഒന്നായ മാപതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്ന അന്നാദി പ്രിയമുയർന്നാടലം കടലിലൊന്നായി വീണുവരെയും എന്നാശയം ഗതിപെറും നാഗഭൂമിയിലമന്നാവിരാപകടരും ചിന്നാഭിയിൽ ത്രിപുടിയെന്നാണറും പടികലം നാറിടുന്നു ജനനി. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിൽ ഗുരു ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്കുള്ള കാരണത്തെയാണ് പറയുന്നത്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ അന്വേഷണമുണ്ട്. ഇവിടെ ആത്മീയമായ അന്വേഷണമാണ് നടക്കുന്നത്. ശാസ്ത്രീയമായ അന്വേഷണത്തെ അറിഞ്ഞിട്ടുള്ള നമ്മൾ ആത്മീയമായ ഈ അന്വേഷണത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചു നോക്കിയാൽ ഒരുപാട് സമാനതകൾ നമുക്ക് ദർശിക്കാൻ കഴിയും എന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് അതിലോട്ടൊന്ന് പോകാം. ഒന്നായ മാവതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്നു. പ്രപഞ്ച സൃഷ്ടിയെയാണ് പറയുന്നത്. എവിടെന്നാ ഈ പ്രപഞ്ചം ഉണ്ടായത്? ഒന്നായിരിക്കുന്ന മാമതിയിൽ.
വൈവിധ്യമാർന്ന വസ്തുക്കളും ജീവനുകളും ഒക്കെ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പരമ കാരണം എന്ന് പറയുന്നത് ഏകമായ മാമതിയാണ്. മാമതി എന്ന് പറഞ്ഞാൽ അതിന് അറിവെന്ന്, അഖണ്ഡമായ ബോധമെന്നും ബ്രഹ്മസത്തയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവും. അപ്പൊ ഒന്നായിരിക്കുന്ന പരമമായ ബോധസത്യത്തിൽ നിന്നാണ് 1000 ത്രിപുടികളുണ്ടായി. ത്രിപുടിയൊക്കെ നമ്മൾ വളരെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള പദം. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാറ്റിനെയും 3ആയിട്ടാണ് തരംതിരിച്ചത്. അതിൽ നമ്മൾ കാണപ്പെടുന്ന വസ്തുക്കളുണ്ട്, എല്ലാം കാണപ്പെടുന്ന വസ്തുക്കളുണ്ട്. ഞാനിപ്പോൾ ഈ മൈക്ക് കാണുന്നു, പൊടിയും കാണുന്നു, നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. അങ്ങനെ അനേകം ജീവനുകളും ജഡപദാർത്ഥങ്ങളുമായ അനേകം വസ്തുക്കളുണ്ട്. അതാണ് ത്രിപുടിയിലെ 1. 2 എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളെയും കാണുന്ന ഞാൻ ഉണ്ട്, ഒരുവൻ. ഞാനാണ് കാണുന്നത്. അപ്പോൾ വസ്തുവുണ്ട്, അതെല്ലാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാനുണ്ട്. 2 ഗുണങ്ങളായി. 3ാമത്തെ ഗുണം എന്ന് പറയുന്നത് എന്നിൽ നിലനിൽക്കുന്ന അറിവാണ്. 3 ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് അറിവ്, അതെന്നിലാണ് നിലനിൽക്കുന്നത്. ആ അറിവ് എന്നിൽ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഉണ്ട്, ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് എനിക്കറിയാൻ കഴിയുന്നത്. ഈ മൈക്ക് സ്റ്റാൻഡിൽ, എന്റെ മുന്നിലിരിക്കുന്ന ഈ മൈക്ക് സ്റ്റാൻഡിന് ഇങ്ങനെ ഒരു മൈക്ക് സ്റ്റാൻഡ് ഉണ്ട് എന്ന് അതിനറിയാൻ കഴിയും. അതുകൊണ്ട് അത് ജഡമാണ്. അപ്പൊ എന്നിൽ നിലനിൽക്കുന്ന അറിവ് കൊണ്ട് ഞാനെന്ന ഒരു വ്യക്തി ഉള്ളതായി ഞാൻ അറിയുകയും ആ ഞാൻ എന്റെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ വഴി എന്റെ ശരീരത്തിന് പുറത്തുള്ള എല്ലാ വസ്തുക്കളെയും അറിയുകയും ചെയ്യുന്നു. ഇതാണ് ഗുണങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗുണങ്ങൾ, അല്ലെ, ഒരു 1000 ഒരു വാക്കിൽ പറയുക. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നു. ഒന്നായിരിക്കുന്ന പരമമായ ബോധസത്തയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾക്കും ജന്മം ഉണ്ടായത്. അങ്ങനെ ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന ഉടനെ എന്താ സംഭവിച്ചത്? ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന ശുദ്ധന്മതി തന്മതി മറന്നു. ഇത് ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ സത്യദർശനം അന്വേഷിച്ച് കണ്ടെത്താൻ വന്നിരിക്കുന്ന അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. വന്നാശു തന്മതി മറന്നു. തന്മതി നമ്മളെല്ലാവരും പലപ്പോഴായി ഉപയോഗിക്കുന്ന പദം. നീ ഇതിന്റെ മതി മറന്ന് നീ പെരുമാറരുത്, അല്ലേ? സാധാരണയായി നമ്മളെല്ലാം എല്ലാവരോടും പറയും നീ മതി മറന്ന് പെരുമാറരുത്. നമുക്ക് ദേഷ്യം വരുമ്പോഴെല്ലാം നീ മതി മറന്ന്, എന്താ മതി മറന്ന് പെരുമാറരുത് എന്ന് പറഞ്ഞാൽ നീ നിന്റെ നില മറന്നുകൊണ്ടാണ് നീ ഇപ്പോൾ എന്നോട് പെരുമാറുന്നത്. അവിടെ നമ്മൾ മാനദണ്ഡമാക്കിയിരിക്കുന്ന നില എന്ന് പറയുന്നത് ആ ആളിന്റെ വിദ്യാഭ്യാസമായിരിക്കാം, അദ്ദേഹത്തിന്റെ പദവിയായിരിക്കാം, അദ്ദേഹത്തിന്റെ സമ്പത്തായിരിക്കാം, അദ്ദേഹത്തിന്റെ കായികക്ഷമതയായിരിക്കാം. അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ ചേർത്ത് നിർത്തിയാണ് നമ്മൾ പറയുന്നത് നീ നിന്റെ
മതി മറന്ന് പെരുമാറുകയാണ്. ഇവിടെ ഗുരു പറയുന്നത് തൻ മതി മറന്നു. ആരോടാ പറയുന്നത്? ഇതെല്ലാം കണ്ട് അറിയുന്നവനോടാണ് ഗുരു പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകലതും കണ്ട് അറിയുന്ന ഒരുവനോടാണ് പറയുന്നത്. അതായത് ഒന്നായിരിക്കുന്ന മാമതിയിൽ നിന്ന് അറിയുന്നവൻ, അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, ഇത്രയും സാധനങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ അറിയുന്നവനായ നീ നിന്റെ മതി മറന്നു, നിന്റെ നില മറന്നു, നിന്റെ സ്വഭാവം മറന്നു, നിന്റെ രൂപം എന്താണെന്നുള്ള കാര്യം നീ മറന്നുപോയി. ഭൂമിയിൽ പിറവിയെടുത്ത നീ ഇതെല്ലാം കണ്ടു മയങ്ങി കഴിഞ്ഞപ്പോൾ നീ നിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നുള്ള കാര്യം മറന്നു. അങ്ങനെ മറന്നിട്ട് നീ എന്താ ചെയ്തത്? അന്നാദിയിൽ പ്രിയമുയർന്ന്, അല്ലെ? അന്നം ആദി എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം എന്തൊക്കെയാണോ ഭക്ഷണമാണല്ലോ വേണ്ടത്, അറിയുന്നത് ഭക്ഷണം, അന്നം, അന്നാദി, അന്നം തുടങ്ങി ആദിയായിട്ടുള്ള സകല വസ്തുക്കളോടും നിനക്ക് പ്രിയമുണ്ടായി. അനാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ വീണ് വലഞ്ഞു. ഒന്നായിരിക്കുന്ന പരമമായ ബോധസത്തയിൽ നിന്ന് നീ ഉണ്ടായി, നിനക്ക് അറിവുണ്ടായി, അതിനോടൊപ്പം ഒരുപാട് വസ്തുവകകളും ഉണ്ടായി. ഇവിടെ ഭൂമിയിൽ വന്നപ്പോൾ നീ യഥാർത്ഥത്തിൽ നിന്റെ സ്വഭാവം, സ്വരൂപം, നീ ആരാണ് എന്നുള്ള കാര്യം മറന്ന് നീ കാണപ്പെടുന്ന വസ്തുക്കളിലാണ് നിനക്ക് സുഖഭോഗങ്ങൾ ഇരിക്കുന്നുള്ളത് കൊണ്ട് അതിന്റെ പുറകെ പാഞ്ഞ് നീ ആടലാം കടലിൽ ചെന്ന് വീണു. ആ കടലിൽ കിടന്നുകൊണ്ടാണ് എന്ത് പറയുന്നത്? ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, അല്ലേ? കൈവിടാതിങ്ങുരങ്ങളെ നാവികന്നി ഭവാദിക്ക് ഒരാവിവൻ തോടി നിന്നത്. ആ കടലിൽ കിടന്നുകൊണ്ടാണ് വിളിക്കുന്നത്. ആടലാം കടലിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിന്നിൽ നിന്നാണ് ഞാൻ ഇനി വന്നത്. ഞാൻ ഈ ആടലാം കടലിൽ പെട്ട് കിടക്കുകയാണ്. നീ എന്റെ കൈ പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതെന്ത് ചെയ്യരുത്? നീ വിട്ടുകളയരുത്. നീ വിട്ടുകളഞ്ഞാൽ ഞാൻ ഇതിൽ മുങ്ങിച്ചാലും. അപ്പൊ എനിക്ക് നീ ആകുന്ന ഒരു കപ്പലിൽ എന്നെ മറുകരയിലേക്ക് എത്തിക്കണം. അതാ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് നോക്കാം. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രികൂടി വന്നാശുകൻ മതി മറന്ന് അന്നാദിയിൽ പ്രിയ ഉയർന്നാടല കടലിലൊന്നായി വീണുവലയും എന്നാശയം ഗതിവെറും നാദഭൂമിയിലമർന്ന അഭിരാപ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടികലർന്നാറിടുന്നു ജനനീ. ഇവിടെ രണ്ടാമത് ഗുരു സൂചിപ്പിക്കുന്നത് ആശയം ഗതിപരം. എന്റെ ഹൃദയത്തിനൊരു ആശയമുണ്ട്. ആ ആശയത്തിന്റെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരണം. എവിടെയാണ് ആ ലക്ഷ്യസ്ഥാനം? ചിന്നാഭി. എവിടെ നിന്നാണോ എന്റെ ജന്മത്തിന് കാരണമായ ഒന്നായ മാമതിയിൽ നിന്ന് ഞാൻ പിറന്ന ഈ ഭൂമിയിൽ വന്നത്, ആ ഭൂമിയിൽ വന്നിട്ട് ഇവിടെ കാണുന്ന ജഡപദാർത്ഥങ്ങളിലും മറ്റ് ലൗകികപരമായ സുഖ സൗകര്യങ്ങളിലും ഇടപെട്ട് അതാണ് ജീവിതത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്ന് കരുതി ആ ആടലാം കടലിൽ കിടന്ന് വലയുകയാണ്. എന്റെ ആശയം ഇതല്ല. എന്റെ ആശയം എന്ന് പറയുന്നത് ആ ഒന്നായ മാമതിയെ അറിയുക എന്നതാണ്.
ആ ഒന്നായിരിക്കുന്ന മാമതിയെ അറിയുക എന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ട്. എന്നാശയം ഗതിപരം ആ നാദഭൂമിയില് അമർന്ന് അഭിരാമപ്പെടന്ന് ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുംപടി കലർന്നാറിടുന്നു ജനനി. അന്നേ ഈ ചിന്നാഭിയിൽ എന്റെ ത്രിപുടി മോഹങ്ങളെല്ലാം അവസാനിച്ച് എന്റെ ലൗകികപരമായ സുഖ സൗകര്യങ്ങളിലൂടെയുള്ള എന്റെ പ്രയാണത്തിൽ ആ ത്രിപുടി മോഹങ്ങളെല്ലാം അവസാനിച്ച് ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ഒന്നായ മാമതിയിൽ എനിക്ക് കണ്ടെത്തണം. എന്റെ ഹൃദയം ഇപ്പോൾ എന്റെ ആശയം എന്ന് പറയുന്നത് ലൗകിക സുഖ സൗകര്യങ്ങളെല്ലാം. അത് മാറി എനിക്കൊരു തെറ്റ് സംഭവിച്ചു, അല്ലെ? എന്റെ തന്മതി മറന്നു. ഞാൻ എന്റെ തന്മതി മറന്നാണ് ഇങ്ങനെ പെരുമാറി. ആ തന്മതി മറന്ന് പെരുമാറിയപ്പോൾ ഉണ്ടായ തെറ്റിനെ കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. അമ്മേ, ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുംപടി കലർന്നാറിടുന്നു ജനനി. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു കന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലം കടലിലൊന്നായി വീണുവലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്ന അഭിരാപപടരും, അല്ലെ? നാദഭൂമിയിൽ അമർന്ന അഭിരാപപടരും. എന്താണ് നാദഭൂമി? ആത്മോപദേശത്തിൽ പറയുന്നുണ്ടല്ലോ, ധ്വനിമയമായി, അല്ലെ? ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ അണയുമതിങ്കലശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം, അല്ലെ? സ്വനം, ശബ്ദം. അപ്പൊ ഇന്നിപ്പോ ഈ ഗഗനം, ധ്വനിമയമായി ഗഗനം ജ്വലിക്കും, അന്നാൾ അണയും, അല്ലെ? ഞാൻ എന്റെ സത്യാന്വേഷണ പാതയിലാണ്. പ്രപഞ്ചത്തിന്റെ രഹസ്യം കണ്ടെത്തുന്നതിനുള്ള എന്റെ സത്യാന്വേഷണ പാതയിൽ ഞാൻ ഇപ്പോൾ എത്തിച്ചെന്ന് നിൽക്കുന്നത് ധ്വനിമയമായി ഗഗനം ജ്വലിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. ഈ കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങളുടെ എല്ലാം അവിടെ അവസാനിക്കുക, ത്രിപുടി കലർന്ന് ആറിടുകയാണ്. പിന്നെ അവിടെ അവശേഷിക്കുന്നത് രണ്ടേ ഉള്ളൂ. എന്താണ്? അല്ലെ? കാരണമായിരിക്കുന്നത് മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെ? അതിൽ ത്രിപുടി എല്ലാം ഒടുങ്ങി. പിന്നെ അവശേഷിക്കുന്ന സ്വനവും, സ്വനവുമാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം എനിക്ക് ഒടുങ്ങിക്കഴിഞ്ഞു. സ്വനവും അടങ്ങിയാൽ പിന്നെ എനിക്ക് എന്താണ്? സ്വയം പ്രകാശമാണ്. ആ സ്വയം പ്രകാശ അവസ്ഥയാണ് ചിന്നാഭി. ആ ചിന്നാഭിയിൽ ത്രിപുടി മോഹങ്ങൾ അടങ്ങി എനിക്ക് ആത്മസാക്ഷാത്കാരം, ജ്ഞാനോദയം ഉണ്ടാകണം എന്നാണ് ഗുരു അമ്മയോടുകൂടി പ്രാർത്ഥിക്കുന്നത്. അമ്മ ജന്തിയോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത നോക്കാം. ഇല്ലാതമായിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയല്ല നിലനും കല്ലാടിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാതി അറിവാൻ തല്ലാഹവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി സല്ലാപമൊന്നു മതിയെല്ലാവരും
ബോധജനനി. എനിക്ക് ഇതൊക്കെ നോക്കി ചൊല്ലാനെ ഉള്ള പ്രാപ്തിയേ ഉള്ളൂ. മോനെ ചൊല്ലുന്നതൊക്കെ ഞാൻ ഇവിടുത്തെ വീഡിയോ ദിവസം കാണാറുണ്ട്. ഇവിടുത്തെ ലൈവ് പരിപാടി മിക്കവാറും കേൾക്കാറുണ്ട്. ഇല്ലാതമായിടുമുല്ലാസമൊന്നു അറിവല്ലാതെ ഇല്ല നിലനും. ഒന്നാമത്തെ നോക്കുക, ഇല്ലാതെ മായയിടും ഉല്ലാസം. ഇല്ലാതെ മായയിടും ഉല്ലാസം. എന്താണ് ഉല്ലാസം? ഈ നമുക്ക് രസങ്ങൾ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച ദൃശ്യങ്ങളാണ് ഉല്ലാസം. ഈ ഉല്ലാസം ഇതിനല്ലേ നമ്മൾ സന്തോഷം കണ്ടെടുക്കുന്നത്. ഇപ്പൊ ജീവിക്കുമ്പോൾ ഈ സന്തോഷവും ആനന്ദവും ഒക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്നാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാറ്റിനെയും കൂടെ ചേർത്ത് നമുക്ക് ഉല്ലാസം എന്ന് പറയാം. ഇല്ലാതെ മായയിടുമുല്ലാസം. ഈ കാണപ്പെടുന്നതൊക്കെ ഇല്ലാത്തതാണ്. ഈ കാണപ്പെടുന്നതെല്ലാം ഇല്ലാത്തതാണ്. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നിലവിലില്ലാത്തതെന്നല്ല, അല്ല അതിന്റെ അർത്ഥം അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിന് സ്വന്തമായി ഒരു ഉണ്മയും നിലനിൽപ്പും ഇല്ലാത്തതാണ്. അപ്പോൾ സ്വന്തമായി ഒരു നിലനിൽപ്പും ഉണ്മയുമൊക്കെ ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകല വസ്തുക്കളുമാണ് നമുക്ക് സന്തോഷം തരുന്നത് എന്നുള്ള തെറ്റായ ധാരണയിൽ നമ്മൾ അതിന്റെ പുറകെ പായുകയാണ്. ഇതാകട്ടെ ഇല്ലാതെ മായയിടും. ഇതാരാ ഉണ്ടാക്കുന്നത്? മായ അല്ലേ? ഇല്ലാതിരിക്കുന്ന ഈ ഉല്ലാസങ്ങളെയെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത് മായയാണ്. ആരാണ് മായ? അല്ലേ? ആരാണ് മായിരിക്കുന്നത്? അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മസത്തയിലെ അഖണ്ഡമായ പ്രകാശ സ്വരൂപത്തിലെ ശക്തി സ്പന്ദനമാണ് മായ. അവിടെ അഖണ്ഡമായിരിക്കുന്ന ബോധസത്തയിൽ അതിന്റെ ശക്തി സ്പന്ദിക്കുമ്പോഴാണ് പ്രപഞ്ച ദൃശ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു ഇന്ദ്രജാലക്കാരനുണ്ട് അല്ലേ? വേദാന്തപരമായ പറയുമ്പോൾ ഇന്ദ്രജാലക്കാരനെയാണ് പറയുന്നത്. ഒരു മജീഷ്യൻ. ഞാനൊരു മജീഷ്യനാണ്. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. നിങ്ങളൊന്നും കാണുന്നില്ല. എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന മാജിക് എന്ന് പറയുന്ന ക്രിയാശക്തി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പലതരം വിഷയങ്ങളെ ഇവിടെ ഉണ്ടാക്കി കാണും. അത് നിങ്ങൾക്ക് കാണുവാനും കഴിയും അല്ലേ? കാണുന്നുണ്ടല്ലോ. ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ കണ്ടായിരുന്നോ? ഇല്ല. ഞാൻ സ്റ്റേജിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങൾ ഒന്നും എന്നിൽ നിന്ന് കണ്ടില്ല. ഞാൻ എൻ്റെ ഇന്ദ്രജാല പ്രകടനം ആരംഭിച്ചപ്പോൾ നിങ്ങൾ പലതും എന്നിൽ നിന്ന് കാണുകയാണ്. കിളി പറക്കുന്നതും തത്ത പറക്കുന്നതും മുട്ടപാമ്പ കയറ് പാമ്പാവുന്നതും അങ്ങനെ അനവധി ഇന്ദ്രജാല പ്രകടനങ്ങൾ കണ്ട് നേരിട്ട് കാണുകയാണ്. ഞാൻ എൻ്റെ ഇന്ദ്രജാല പ്രകടനം അവസാനിപ്പിക്കുമ്പോഴോ ഇതെല്ലാം എന്താവും? കാണാനില്ല. അതെല്ലാം എന്നിൽ തന്നെ ഉള്ളടങ്ങിയിരിക്കും. അതുപോലെ അഖണ്ഡമായ ബോധസത്യത്തിൽ നിലനിൽക്കുന്ന ശക്തി, എനർജി, അത് സ്പന്ദിച്ചുയരുമ്പോൾ അല്ലെ? അറിവിന്റെ ശക്തി അനന്തമുണ്ട്. ഒരു പറയുന്നില്ലേ, ഒരു കോടി ദിവാകരൻ, ഒരു 10,000 ആതിഥേയരമായി വരും. അതുപോലെ വിവേക ശക്തി അല്ലയോ? ഒരു സൂര്യനെ താങ്ങാൻ കഴിയുന്നില്ല. മാർച്ച് 15 എടുത്ത് വെച്ച് വീശാൻ തുടങ്ങും അല്ലെ? ഒരു സൂര്യൻ മാർച്ച് 15 ഒരു സൂര്യനെ
കാണാൻ കഴിയാതിരിക്കുന്ന നമ്മൾ ഒരു കോടി ദിവാകരന് തുല്യമായിരിക്കുന്ന അറിവാകുന്ന ശക്തിയുടെ അതിലുണ്ടാകുന്ന സ്പന്ദനങ്ങളാണ് വിവിധ തരം ക്രിയാശക്തികളായി ഇവിടെ വിശേഷണങ്ങളായൊക്കെ നമ്മൾ കാണപ്പെടുന്നത്. ഇത് സ്ഥായിയായി നിലനിൽക്കുന്നതുമല്ല. അതുകൊണ്ട് ഇല്ലാതെ ഞാൻ 61 ഇല്ല, 1960 ഇല്ല, 61 ഒരു ജീവനുണ്ടായി അല്ലേ, ജനിച്ചു. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ എന്താവും കാണുന്നത്. അപ്പൊ എനിക്ക് സ്വന്തമായ ഒരു ഉണ്മ നിലനിൽപ്പില്ല. അത് അഖണ്ഡമായ അറിവിൽ നിന്ന് ഒരു ചെറു അറിവായി ഞാനുണ്ടായി, ആ ശരീരമുണ്ടായി. ശരീരത്തിലുള്ള കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും ചെവി കൊണ്ടും എല്ലാം ഞാൻ ഈ പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളെയെല്ലാം കാണുകയും ആ വസ്തുക്കൾ നൽകുന്ന സുഖഭോഗങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതി ഞാൻ അവയുടെ പുറകെ പാഞ്ഞ് ഒരു ആടലാം കടലിൽ ചെന്ന് വീണ്ടു കിടക്കുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ നിന്റെ ലക്ഷ്യം ഗംഭീരമാണെങ്കിൽ നീ ഇത് മനസ്സിലാക്കണം. ഈ കാണുന്നതൊന്നും ശാശ്വതമായിട്ടില്ല. ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും. അടുത്ത് വേറൊന്നോടെ പറയുന്നത് അറിവല്ലാതെ ഇല്ലനിലും. ഇതും എല്ലാം അറിവ് തന്നെയാണ്, അറിവിന്റെ ഭാവാംശം തന്നെയാണ്. ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവ് അല്ലാതെ അറിവ് തന്നെയാണ്. ഞാൻ അറിയുന്നുണ്ടല്ലോ അല്ലെ, ഞാൻ അറിയുന്നത് കൊണ്ടാണല്ലോ ഈ പ്രപഞ്ചമുള്ളതായി അറിയുന്നത്. അപ്പൊ അറിവെന്നിൽ ഭാവാംശമായി നിൽപ്പുണ്ട്. ജഡവസ്തുക്കൾ ഒഴികെയുള്ള സകലതിലും അറിവിന്റെ ഭാവാംശം ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉള്ളതായി തോന്നുന്നു അല്ലേ. അപ്പൊ ഈ അറിവിനെ അറിയാൻ ആരുമില്ലെങ്കിൽ പിന്നെ എന്താ അവസ്ഥ? ഇതൊക്കെ അറിയാൻ ആരുമില്ലെങ്കിലോ അറിവിനെ അറിയാനും ആരുമില്ലാത്ത ഒരവസ്ഥയുണ്ടോ? ഇല്ല. അപ്പൊ ഈ കാണപ്പെടുന്നതെല്ലാം സ്ഥിരമായ ഉണ്മയില്ലാത്തതാണ്. അതെല്ലാം തന്നെ അറിവിന്റെ ഭിന്നാംശമാണ്. അപ്പൊ അടുത്ത വീട്ടിലെ അയൽക്കാരനോ അവരും എന്ത് തന്നെയാണ്? അഖണ്ഡമായ ബോധസത്യത്തിന്റെ ഒരു അംശമാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണോ എന്നെ സ്നേഹിക്കുന്നത്, അതായത് യേശുദേവൻ പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം, നിന്നെ പോലെ. അപ്പൊ നീ ആരാണ്? നീ പരമാത്മ ബോധ ചൈതന്യത്തിന്റെ ഭാവാംശമാണ്. അതുപോലെ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഈ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളിലും നിലനിൽക്കുന്നത് ഈ ഭാവാംശം തന്നെയാണ്. ഒന്നിനെയും കൊല്ലരുത്, കാരുണ്യം, അനുകമ്പ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കും. ഒന്നിനെയും ഉപദ്രവിക്കരുത്, കാരുണ്യപൂർവ്വം എല്ലാറ്റിനോടും പെരുമാറണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് ഈ കാണുന്നതെല്ലാം അറിവ് തന്നെയാണ്. ആ ബോധത്തിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലനിലും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദിയറിവാൻ. കല്ല് അറിയാമല്ലോ, ഭൂമിയിലാണല്ലോ കല്ലുണ്ട്. ആഴി, ജലം, അനലം, കാറ്റ്, വായു, അഗ്നി തുടങ്ങി ഈ കാണപ്പെടുന്ന സകല പഞ്ചഭൂതങ്ങളും എല്ലാം എന്ത് തന്നെയാണ്? ഒരു ആദി അറിവ. വളരെ
അസന്നിഗ്ധമായിട്ട് ഇവർ പറയുകയാണ് അല്ലെ. ഒരു സംശയം ഒട്ടുമില്ലാതെ ഇതെല്ലാം അല്ലെ ബ്രഹ്മചാരിക്ക് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം ആദി അറിവ് തന്നെയാണ്. ആ ബോധ്യത്തോടു കൂടി വേണം നീ പ്രപഞ്ചത്തിന്റെ സത്യസാക്ഷാത്കാര ദർശനത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുവാൻ. കലാഴിയും കനലുമല്ലാതെ ശൂന്യമതും എല്ലാം ഒരു ആദി അറിവാണ്. ഇതെല്ലാം പലതായി വിരിഞ്ഞു നിൽക്കുന്ന സകലതും ഏകമായ സത്തയുടെ ഭാഗമാണെന്ന് അറിയുന്നതാണ് സത്യമായിട്ടുള്ളത്. ഇതറിഞ്ഞാൽ, ഈ ശരണതയറിഞ്ഞാൽ തല്ലാഘവം, ഈ സത്യം അറിഞ്ഞാൽ തല്ലാഘവം പറകിൽ. സ്വർണം നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഉരുപ്പിടി, മോതിരം, വളമാല, ഇങ്ങനെ അനേകമായിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം സ്വർണമാണെന്ന് അറിയുന്നതിന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം സ്വർണമാണെന്ന് നമുക്ക് എളുപ്പം അറിയാം. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകലതും എല്ലാം ആദിമ അറിവാണ് എന്ന കാര്യം അറിയുകയാണ്. അത് തലാകവം പറകിൽ. ഇതറിഞ്ഞാൽ ആരണം ക്രിയകൾ, എല്ലാ ആരണം ക്രിയകൾ രണ്ട് രീതിയിൽ നമുക്ക് അനുഭവം. മതമാത്സര്യങ്ങളിൽപ്പെട്ടുള്ള ജീവിത മത്സരം, ആരണം ക്രിയകൾ. ഇതറിഞ്ഞാൽ പിന്നെ ഒരു മതമാത്സര്യങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനമില്ല. ഇതെല്ലാം നമ്മൾ ഈ കാണപ്പെടുന്നതെല്ലാം ആദിമമായ മഹത്സാണ്, ദൈവസത്തയാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആരണം ക്രിയകൾ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ആരണം ക്രിയകൾ, ദൈവത്തെ കണ്ടെത്താൻ നടത്തുന്ന ക്രിയകൾ വേദങ്ങളിലുപരി അതൊന്നും പറയണ്ട. വേണോ? മലർ കൊയ്തു മഹേശ പൂജ ചെയ്യിൽ മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. ഇവിടെ നമ്മൾ മറ്റേ വേലകളാണ് ചെയ്യേണ്ടത് അല്ലേ? ഗിരീഷ് കുമാർ പുരാണ അല്ലെ, ഇവിടെ പുഷ്പാഞ്ജലി, ഭക്താഞ്ജലി എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാ ഈ ജീവിതത്തിൽ നമുക്ക് സൗഭാഗ്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി വേദങ്ങളിലും മറ്റതിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആരണം ക്രിയകൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യാറുണ്ട്. ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് ഒരു ദേവനാണ്. ആ ദേവനും അപ്പുറത്തുള്ള പരമമായ ബോധസത്യമാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആരണം ക്രിയകൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അതിന്റെ ആവശ്യം പരമമായ സത്യത്തെ കണ്ടറിയുന്ന ഒരാളിന് പിന്നെ ആരണം ക്രിയകൾ വേണ്ട. ഗുരു അതുകൊണ്ട് പരമമായ സത്യം കണ്ടറിഞ്ഞുകൊണ്ടെങ്കിൽ പിറകി ക്ഷേത്രങ്ങൾ പ്രവർത്തിച്ചു കൊടുക്കും. എന്നിട്ട് നല്ലതും എഴുതി തന്നു അല്ലേ? ആ വഴിയിലേക്ക് ആ പരബോധം, ആ പരമമായ ബോധം തെളിയുന്നതിന് വേണ്ടിയാണ് സ്ഥാനം. എന്നിട്ടും എഴുതി കൊടുത്തു അല്ലെ, ഇതെന്താണ്, എന്തിനാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്? നിനക്ക് ഈ പരമമായ ബോധസത്യം നിന്നിൽ ജ്വലിക്കുന്നതിന് വേണ്ടി, ഭജിച്ച് നീ അവിടെ എത്തുന്നതിന് വേണ്ടി ആണ് ആ കൃതി എഴുതി കൊടുത്തത്. എല്ലാ ആരണം ക്രിയകൾ മല്ലാടുകില്ല മതി ബുദ്ധി, പിന്നെന്തില്ല? മല്ലാടുകില്ല. പാമ്പിന് നാടുകൾക്ക് ചാടി കളിക്കില്ല അല്ലെ? മറ്റുള്ളവനെ ഉപദ്രവിക്കണമെന്നോ അവന്റെ വസ്തുതകൾ സ്വരൂപിച്ചെടുക്കണമെന്നോ അവന് കിട്ടാത്തതിലുള്ള വേദനയോ പാരവയ്പോ അവനെ കൊല്ലുകയോ അടിക്കുകയോ ഒന്നും ചെയ്യുന്നതിനുള്ള ആ മതി, നിന്റെ മതി മല്ലാടുകില്ല. കാരണം എന്താ? ഇതെല്ലാം ഒരാദി അറിവാണ് എന്ന ബോധത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ ബോധത്തിൽ എത്തിച്ചേരുന്നതിനാണ് ജനനിയോട് പ്രാർത്ഥിക്കുന്നത്. അല്ലെ, ജനനി എന്ന് പറയുന്നത് അറിവാണ് അല്ലെ? അമ്മയുടെ വിഗ്രഹം കണ്ടിട്ടില്ലേ? അതിലിരിക്കുന്നത് എന്താ? ഒരു കയ്യില് പുസ്തകം, മറ്റൊരു കയ്യില് ഒരു കുംഭം, ഒരു കയ്യില് ചിന്മുദ്ര, ഒരു കയ്യില് പക്ഷി. നമുക്ക് ഒരുപാട് അച്ഛനും അമ്മയും പറഞ്ഞ ദേവിയെ അറിയാം, ദേവിമാരെ. നമുക്ക് അച്ഛനും അമ്മയും പണ്ട് പഠിപ്പിച്ചു തന്ന ദേവിമാരെ, ഗുരു പറഞ്ഞ ദേവിയെ.
ശൂലവും വാളും രക്തമൊലിക്കുന്ന തലയുമായിട്ട് നിൽക്കുന്നതല്ല ശാരദ. ഒരു കൈയിൽ പുസ്തകം, അറിവിന്റെ കേന്ദ്രം, മറുകയിൽ അമൃതത്വം നേടുന്ന പൂർണ്ണ കുംഭം, ചിന്മുദ്രാഭാവം, ഞാനും നീയും ഒന്നാണെന്നുള്ള ഭാവം. ഇതെല്ലാം മാളോകരെ അറിയിക്കുന്ന പക്ഷി. ഇതാ ഗുരുവിന്റെ ദേവി. ഈ ദേവിയെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വണ്ടി പിടിച്ചു വേറെ പോകുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയ പിന്നെ നിന്റെ മതി ചൂട്ടുകെട്ടി പോണ ആരുടെ ക്രിയയുണ്ടല്ലോ, വണ്ടിയിലെ സ്കൂട്ടറിന്റെ ബാക്കിൽ ചൂട്ടുകെട്ടി പോണ ആരുടെ ക്രിയ, അത് ചെയ്യേണ്ടുന്ന കാര്യം. മതി വല്ലാടുകില്ല, സല്ലാഭമൊന്നു മതി. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് സത്യദർശിക ദർശനം നടത്തുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. സല്ലാഭമൊന്നു മതി. ഈ സത്യബോധ ദർശനം ഒന്നു മാത്രം എനിക്ക് മതി. എല്ലാവരും തിരയില്ല, എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന സത്യബോധ ദർശനം ഒന്നു മാത്രം മതിയപ്പേ എന്ന് പറയുകയാണ്. ഇനി അതൊന്നുകൂടെ വായിച്ചു നോക്കുമ്പോ ഇല്ലാതെ മാറിയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലനിലും കല്ലാഴിയും കനലും അഗ്നി, കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യം. ആകാശം, കല്ല്, ഭൂമി, ആഴി, സമുദ്രം, അഗ്നി, ആകാശം, ശൂന്യമത് എല്ലാം ഒരാദി അറിവ. ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകലതും ഈ പഞ്ചഭൂതങ്ങളുടെ വിവിധ ഇനത്തിലുള്ള ചേരുവകളാണ്. ഏത് സാധനത്തിലും ഈ അഞ്ചങ്ങളുള്ളൂ. എന്നിൽ അഗ്നിയുണ്ട് അല്ലേ? അഗ്നിയുണ്ടല്ലോ, ചൂടുണ്ട്. തൊട്ട് നോക്കുമ്പോ ചൂടുണ്ട്, ചൂട് ഇല്ലെങ്കിൽ പോയി അല്ലേ? ജലമുണ്ട്, അഗ്നിയുണ്ട്, ശ്വാസമുണ്ട്. അപ്പൊ പഞ്ചഭൂതങ്ങളുടെ വിവിധ ഇനം കോമ്പിനേഷനുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സകലതും ഒന്നായ മാമതിയിൽ നിന്നുണ്ടായതാണ്. അത് ആ മാമതിയിൽ നിലനിൽക്കുന്ന ശക്തിസ്പന്ദനത്തിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങൾ പ്രകടമായിരിക്കുന്നതാണ്. അതെല്ലാം അറിവ് തന്നെയാണ്, അറിവിന്റെ ഭാവാംശം തന്നെയാണ് എന്നുള്ള സത്യബോധ ദർശനം എനിക്ക് കിട്ടിയാൽ മാത്രം മതിയല്ലേ. അടുത്തതിലോട്ട് പോ. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതിചുരുണ്ടാമകസിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണും അതു ഉണ്ടാരമിക്കുമൊരു വണ്ടാണു സൂര്യസുഹൃതി. ഉണ്ടായി മാറും അറിവ്, ഉണ്ടായി മുന്നമിട്ട് കണ്ടാടും അംഗമാകൂ. ഉണ്ടായി മാറും അറിവ് അല്ലെ? നാം നേരത്തെ പറഞ്ഞു, ഈ കാണപ്പെടുന്നതെല്ലാം അറിവിന്റെ ഭാവാംശങ്ങളാണ്. അപ്പൊ ഈ കാണപ്പെടുന്നതുമെല്ലാം അറിവ് തന്നെയാണ്. ആ അറിവ് എന്താണ്? ഉണ്ടായി അല്ലെ നിലനിന്ന മാറും അറിവ്. ഈ അറിവ് ഉണ്ടായി നിലനിന്ന് മാറുന്നത്.
ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിത്, അല്ലെ? അതിൽ പരമമായ ബോധസത്തയിൽ നിന്ന് ഉണ്ടായി കുറച്ചു കാലം നിലനിന്ന് പിന്നെ അതിൽ തന്നെ തിരികെ മടങ്ങിപ്പോകുന്നതാണ് ഈ കാണപ്പെടുന്നതെല്ലാം. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നം ഇത് കണ്ടാടും അംഗമകവും. ഇത് കണ്ട് ശാശ്വതമായ നിലനിൽപ്പില്ലാത്ത കുഞ്ഞറിവുകളെ കണ്ട് അതാണ് സത്യമെന്ന് കരുതി ഇത് കണ്ട് ആടും, അല്ലെ? പാമ്പാടുന്ന് കണ്ടില്ലേ? കൊണ്ടാടും അംഗവും അകവും, എന്റെ ശരീരവും മനസ്സും ഇത് കണ്ട് ആടിക്കളിക്കുകയാണ്. അങ്ങനെയാണ് ആടെല്ലാം കടലിൽ ചെന്ന് വീഴും. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിത് കണ്ടാടും അംഗമകവും. ഇത് കണ്ട് എന്റെ ശരീരവും മനസ്സും ആടിക്കളിക്കുമ്പോൾ കൊണ്ടായിരം തരം ഇരുണ്ടാശയം, അല്ലെ? 1000 തരം ഇരുണ്ട ആശയങ്ങളാണ് എനിക്കുണ്ടാകുന്നത്. ഇവിടെ 2 ആശയങ്ങളുള്ളത് കാര്യം നമ്മൾ മറന്നുപോകരുത്. ഒന്നെന്താ? ചിന്നാഭിയിൽ ത്രിപുടി ഒടുങ്ങി, അല്ലെ? അറുപടി കലർന്നാറിടുന്ന ആ ഒരു ആശയമുണ്ട്. എന്റെ ആശയം അതാണ് സത്യബോധ ദർശനം. പക്ഷെ ഇവിടെ എന്താ? ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ കണ്ട് അതാണ് സത്യമെന്ന് കരുതി അതിന്റെ പുറകെ പാഞ്ഞ് 1000 തരം ഇരുണ്ട ആശയങ്ങൾ ഉണ്ടായി. അല്ല, എന്റെ മനസ്സിൽ എന്തെല്ലാം ആശയങ്ങളാണ് ഉണ്ടായത്. അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാം മനസ്സിനെ പരിശോധിച്ച് നോക്കിയാൽ എന്തെല്ലാം ആഗ്രഹങ്ങളും ചിന്തകളും ഒക്കെയാണ് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ വന്ന് അണിഞ്ഞുകൂടുന്നത്. ഒരിക്കൽ പോലും നമ്മുടെ 24 മണിക്കൂറിൽ ഒരിക്കൽ പോലും നമ്മൾ തന്മതിയുടെ ഭാഗമാണെന്ന് ചിന്തിക്കാറില്ല. പിന്നെയോ ഈ ഇരുണ്ട ആശയങ്ങളിൽ പ്രതിചുരുണ്ട് ആ മനസ്സിൽ തന്നെ എന്ത് ചെയ്യും? മറയും. വേറെ എങ്ങും പോകില്ല. കൊലത്തില് ക്ഷേത്രത്തിന്റെ ശ്മശാനത്തെയും കൊണ്ടാണ് കത്തിച്ചു കളഞ്ഞാലും പോകുന്നതോടെ ആ മനസ്സിൽ തന്നെയാണ്. ഇത് ഗുരുവാ പറയുന്നത്. ആ മനസ്സിൽ തന്നെയാണ് നീ ചെന്ന് കയറുന്നത്. പക്ഷെ എങ്ങനെയാ ചെന്ന് കയറിയത്? ഇരുണ്ട ആശയങ്ങൾ മനസ്സിൽ വെച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ ആ ആശയങ്ങളെ ഇവിടെ ഉപേക്ഷിച്ച് വീണ്ടും ആ മനസ്സിൽ ചെന്ന് കയറുകയാണ്. ഇത് നമുക്ക് ബോധ്യപ്പെടുന്നു. നമ്മുടെ ജീവിത ചക്രം ഇത് തന്നെയാണ്. ജനിച്ച് നിലനിന്ന് അല്പകാലം നിലനിന്ന് മരണപ്പെട്ടു പോകും. വീണ്ടും ജനനം. കടലിലേറും തിര പോലെ കായമോരോന്നുടനുടനേറി ഉയർന്ന് അമർന്നിടും. കടലിലെ തിരമാല പോലെ ഒരു തിരമാല ഉണ്ടായി, അല്ലെ? ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്നൊരു തിരമാല ഉണ്ടായി. അല്പനേരം പൊന്തി നിന്ന് അത് ജലത്തിൽ അവർ മടങ്ങി പോവുകയാണ്. വീണ്ടും അതിന്റെ പുറകെ വീണ്ടും അടുത്തൊരു തിരമാല ഇങ്ങനെ ഉണ്ടാവുകയാണ്. കടലിലും തിരമാല പോലെ കായം, ശരീരങ്ങൾ, ജീവനുകൾ ഓരോന്നോരോന്നായി ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഉണ്ടായി ഇരുണ്ട ആശയങ്ങളിൽപ്പെട്ട് ആദിമവസിൽ വീണ്ടും ഇങ്ങനെ പുനരധി ജനന മരണ പ്രക്രിയയിൽപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ അടലാകടലിലാണ് കിടക്കുന്നത്. മരണ സകലതും ഉപേക്ഷിച്ചു പോവുകയാണ്. നമ്മളൊക്കെ മരണത്തിനൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ട്. ആള് അസുഖബാധിതനായി കിടക്കുമ്പോ ഒരു നേരം പോലും വന്ന് നോക്കില്ല. ഒരു പ്രാവശ്യം പോലും വന്ന് ആ വീട്ടിൽ നിന്ന് സഹായം ചെയ്തു കൊടുക്കില്ല. മരിച്ചെന്ന് പറഞ്ഞാൽ ഉടൻ വരും, കുളിപ്പിക്കണം. ഒരു രണ്ടുപേരെ തൊട്ടിന് വേണ്ടി അവിടെ കിടന്ന് കൊണ്ടാണ്. എന്തിനാണ്? അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ കെട്ടിവിട്ടു കൊടുക്കുക, അല്ലേ? ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നെയും ഇവിടെ 2 പേരെ തൊട്ടിലൊക്കെയാണ് അവിടെ അടിനാശം കുഴക്കുന്നത്. അത് 1000 തരം ഇരുണ്ടാശയമാണ്. ഒന്നും കൊണ്ടുപോകാനില്ലാത്തവരും 2 രൂപയും കൂടെ കൊടുത്തു, അല്ലെ? ആദ്യ മനസ്സിൽ പറയുന്നത് ഇത് കണ്ട് സത്യം ഇതാണ്
കൃതി വായിച്ചപ്പോഴും നമുക്കിത് ബോധ്യമുണ്ട്. ഗുരുവിന്റെ കൃതി വായിച്ചപ്പോഴും നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ കണ്ടാലും ഈ നിലയിലാണ് ജീവിതത്തിന്റെ പോക്ക് എന്ന് കണ്ടാലും നമ്മളിപ്പോ കണ്ടു മനസ്സിലാക്കി, കൃതി വായിക്കുമ്പോൾ മനസ്സിലാക്കും, വേദാന്ത പണ്ഡിതന്മാർ വന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും, തത്വജ്ഞാനികൾ പറയുമ്പോഴും നമുക്ക് പരമമായ ബോധസത്യത്തെ കുറിച്ച് ധാരണയുണ്ടാകും. ഇപ്പൊ കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ്. ഏതറിവ്? ബുക്കിഷ് നോളജ് അല്ല, ബയോളജി പഠിക്കുന്ന അറിവില്ല. അതിന്റെ എന്താണ്? പരമമായ ബോധസത്യത്തെ കുറിച്ചുള്ള അറിവ്. നിങ്ങൾ ഇതൊക്കെ വായിച്ചും കണ്ടും കേട്ടും ഒക്കെ പഠിച്ചാലും ഉണ്ടാകയില്ല. കപടയതിക്ക് മനസ്സിലാകില്ല ഈ ഉപനിഷത്ത് രഹസ്യം. ആരെങ്കിലും പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കൃതികൾ വായിക്കുന്നത് കേട്ട്, അല്ലേ, എന്നെക്കാളും നമ്മളെക്കാളും ഒക്കെ വേദാന്തം അരച്ച് കലക്കി കുടിച്ച പണ്ഡിതന്മാർ വന്ന് ഈ പ്രപഞ്ച രഹസ്യത്തെ കുറിച്ച് അവർ സവിസ്തരം വിസ്തരിച്ചു പോയാലും അവരിൽ എന്ത് കാണുന്നില്ല? അവർ ഈ അറിവ് കണ്ട് എത്തുന്നില്ല. ഈ അറിവ് കണ്ടെത്തിയാണ് കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ്. അഖണ്ഡാനുഭൂതിയിലേഴും തണ്ടാരിൽ വീണ്ടും മധു ഉണ്ടാരംഭിക്കും ഒരു സൂര്യസുഗതി. അതുകൊണ്ട് ആരംഭിക്കും ഒരു വണ്ടാണ് സൂര്യസുഗതി. സൂര്യസുഗതി ആത്മജ്ഞാനി. ഇത് സത്യബോധ ദർശനം എന്താണെന്ന് മനസ്സിലാക്കാൻ വരുന്നവർക്ക് ഗുരു വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. ആത്മജ്ഞാനിയും നീയും തമ്മിലുള്ള ആ വ്യത്യാസം. ഞാൻ ഇതൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു, നീ വായിച്ചു, പഠിച്ചു, കേട്ടു, എല്ലാം ഉണ്ട്. പക്ഷെ ആത്മജ്ഞാനി എന്ന് പറയുന്നത് അതെന്താ? അഖണ്ഡാനുഭൂതിയിലും അഖണ്ഡമായ ഏകമായ സത്തയിരിക്കുന്ന ഒരു താമരക്കുളത്തിലെ ഒരു താമര അല്ലിക്കൂടെ ഉള്ളിൽ ഇരുന്ന് വണ്ട് തേൻ നുകർന്നു കുടിക്കുന്ന ഒരു വണ്ടാണ് സൂര്യസുഗതി. വലിയൊരു അമ്പലക്കുളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു താമരപ്പൂവിനകത്തുള്ള തേൻ അതിനകത്തിരുന്ന് ആ പുറം ലോകത്തെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ അതിന്റെ സൗരഭ്യം ഊർന്നു കുടിക്കുന്ന ഒരു വണ്ടാണ് സൂര്യസുഗതി. സൂര്യൻ അസ്തമിച്ചാൽ അവളുടെ ദീപത്തിനകത്തിരിക്കും, അല്ലേ? ഒരു പനയുടെ പാല് നുകർന്നതാണ് ആത്മജ്ഞാനി. ആരാണ്? പനയുടെ പാല് നുകർന്ന 10,000 ആണ്ട് അല്പനേരം ഭാഗ്യവാന്മാർ. പനയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ട് ഒരു അല്പനേരമേ തോന്നുന്നു. നമ്മൾ സിനിമ കാണാറുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ടാൽ 3 മണിക്കൂർ കടന്നുപോയത് നമ്മൾ അറിയുമോ? ഇല്ല. ഏറ്റവും തല്ലിപ്പൊളി ഒരു സിനിമയുടെ പോയിരുന്ന് ഊപ്പാടുന്നത് വെറുതെ 3 മണിക്കൂർ ചെലവാക്കി ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ 3 മണിക്കൂർ കടന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പോ പനയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ സൂര്യസുഗതികൾക്ക് 10,000 ആണ്ട് അല്പനേരം. അറിവ് അപരക്രിയയ്ക്ക് അധീനമായ നൊടി 1000 ആണ്ട് പോലെ തോന്നും. അല്ലേ? അപ്പൊ സൂര്യസുകൃതിയുടെ എന്താണ് നീ ആത്മജ്ഞാനി ആവാനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ആത്മജ്ഞാനി എന്ന് പറയുന്നത് ആ അറിവിനെ കണ്ടോ കേട്ടോ അറിയുന്നത് അല്ല. കപടയതിക്ക് മനസ്സിലാകില്ല ഉപനിഷത്ത് യുക്തി രഹസ്യം.
ആരായിടുന്നുലകം ഓരായിലുണ്ടഖിലവും വേരായ നിൻ കഴലിലാരാധനം തരണമാരാലിതിന്നൊരു വരം നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനി. ആരായിക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. ആരായുകിൽ തിരകൾ നീരായിടുന്നു. ഇതിൽ കടലിന്റെ ഓരത്ത് പോകാത്തവരായിട്ട് ആരുണ്ട്? നമ്മളെല്ലാം കടലിന്റെ തീരത്ത് ചെന്ന് നിന്നിട്ട് ആ കടലിന്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചു. ആ സൗന്ദര്യം എന്ന് പറയുന്നത് കടലിൽ നിന്ന് ഉയർന്നു വരുന്ന തിരകളും അത് ആ തീരത്ത് തല്ലി തകരുമ്പോൾ ഉണ്ടാകുന്ന പതയുമൊക്കെയാണ് നമ്മൾ ആനന്ദിക്കുന്നത്. ഓരോ തിരയുടെയും ഉയരം, അതിന്റെ നീളം, അതിന്റെ വണ്ണം, അതിന്റെ ശക്തി, ഇതെല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ ഈ വ്യത്യസ്തമായിരിക്കുന്ന എല്ലാറ്റിലും നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ നീളത്തിലും വണ്ണത്തിലും വ്യത്യാസത്തിലും ശക്തിയിലും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്ന തിര എന്താണ് എന്ന് ആരായുവിൽ അന്വേഷിച്ചു നോക്കിയാൽ അതെന്താണ്? ആരായുവിൽ തിരകൾ നീരായിടുന്നു. നീ അന്വേഷിച്ചു നോക്കിയാൽ നീ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നീ ഒട്ടനവധി തിരകളെ ഇങ്ങനെ കാണുന്നുണ്ട്. അതൊരു പ്രതിഭാസമാണ്. പക്ഷേ അതിലെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്നത് ജലം മാത്രമാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നീ ഒട്ടനവധി ജീവജാലങ്ങളെയും വൈശിഷ്ട്യമാർന്ന ജീവികളെയും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതിൽ നിനക്ക് വ്യത്യസ്തതയായിട്ട് നിനക്ക് തോന്നാറുണ്ട്. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇരിക്കുന്നു എങ്കിലും അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് കേവലമായ അറിവാണ്, അറിവ് മാത്രമാണ് എന്ന ബോധ്യം നിനക്കുണ്ടാകും. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭടിനാരായിടുന്നു. അല്ലെ, ഇരുട്ടിൽ വൈകുന്നേരം വീട്ടിലോട്ട് ടോർച്ചൊന്നും ഇല്ലാതെ പോവുകയാണ്. ഒരു ഓലക്കാരിങ്ങനെ വളഞ്ഞു കിടന്നാൽ അവിടെ കിടന്ന് വിളിച്ചു പോകും, അയ്യോ പാമ്പേ പാമ്പേ. വീട്ടിൽ നാലേറ്റുള്ള ഒരു ടോർച്ച് ലൈറ്റും എല്ലാം എടുത്തുകൊണ്ട് വരും. അടിച്ചു നോക്കുമ്പോൾ എന്താണ്? അത് പാമ്പല്ല, അതൊരു കയറാണ്, അല്ലെങ്കിൽ അതൊരു ഓലക്കാരാണ്. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായത്? ഇരുട്ടത്താണ് നമ്മൾ നിന്നത്. ഇരുട്ടത്ത് നിന്നുകൊണ്ട് ഓലക്കാലിന്റെ പാമ്പായി നമ്മൾ കരുതുകയാണ് ചെയ്തത്. അവിടെ വെളിച്ചം വന്നപ്പോൾ, ജ്ഞാനം ഉണ്ടായപ്പോൾ, അറിവുണ്ടായപ്പോൾ നിന്നിലെ അജ്ഞാനമെത്തി മാറിപ്പോകും. ഇരുട്ടത്ത് നീ ഒരു ഓലക്കാലിനെ കണ്ട് പാമ്പാണെന്ന് കരുതി തെറ്റിച്ച് വെച്ച് ഭയന്ന് വിളിക്കുകയും അവിടെ ടോർച്ചടിച്ചല്ലെങ്കിൽ വെളിച്ചം കൊണ്ടുവന്ന് നോക്കുമ്പോൾ അത് ഒരു ഓലക്കാനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് പോലെ നീ ഇപ്പോൾ അജ്ഞാനത്തിലാണ് ജീവിക്കുന്നത്. അജ്ഞാനമാകുന്ന കൂരിരുട്ടിലാണ് നീ ജീവിക്കുന്നത്. ആ കൂരിരുട്ടിൽ ജീവിക്കുന്ന നിന്റെ ഉള്ളിലേക്ക് അറിവിന്റെ ജ്ഞാനത്തിന്റെ പ്രകാശം കടന്നു വന്നാൽ നീ എന്ത് മനസ്സിലാക്കും? കടലിലെ തിര വെള്ളമാണെന്നതുപോലെ ഈ കാണപ്പെടുന്നതെല്ലാം ഒന്നായിരിക്കുന്ന പരമമായ ബോധസത്യത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കും. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭടിനാരായിടുന്നു. കുടവും പാരായിടുന്നു.
മണ്ണാണ്, അല്ലെ? കലം പല രൂപത്തിലുണ്ട്, ചട്ടിയുണ്ട്, പൂശയുണ്ട്. പല രൂപത്തിലായിട്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടാറുണ്ട്. പക്ഷെ അവയിലെല്ലാം ഇരിക്കുന്ന ഏകമായ സത്യം എന്ന് പറയുന്നത് മണ്ണ് മാത്രമാണ്. മണ്ണിൽ ഉണ്ടായി, അല്ലെ, ഉണ്ടായി മാറും. മണ്ണിൽ ഉണ്ടായതാണ് കുടം. കുറച്ചു കാലത്തേക്ക് ആ കുടം നിലനിൽക്കുന്നു. ആ കുടം തകർന്നടിയുമ്പോഴും അത് മണ്ണ് തന്നെയാണ്. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണിനാരായിടുന്നു കുടവും, പാരായിടുന്നതിനു നേരായിടുന്നുലകം. ഈ കണ്ടതുപോലെ ഇതിലെല്ലാം സത്യം എന്താണ്? ആഴി കണ്ട തിരയിലെ സത്യം എന്ന് പറയുന്നത് ജലമാണ്. കയറിൽ പാമ്പിനെ കണ്ടത് വെളിച്ചം വന്നപ്പോൾ അത് കയറെന്നുള്ളതാണ് സത്യം. കുടത്തിലെ സത്യം എന്ന് പറയുന്നത് മണ്ണാണ്. നമ്മൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളിലെ സത്യം എന്ന് പറയുന്നത് സ്വർണമാണ്. അതുപോലെ നേരായിടുന്നുലകം. ഇതുപോലെയാണ് നിങ്ങൾ ഉലകത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കണം. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണിനാരായിടുന്നു കുടവും, പാരായിടുന്നതിനു നേരായിടുന്നുലകം. ഓരായിലുണ്ടഖിലവും. ഓരായിക, ആരായിക മുകളിൽ പറഞ്ഞ വരിക. ആരായികിൽ അന്വേഷിക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാവും? തിര വെള്ളമാണെന്ന് മനസ്സിലാവും. ഇവിടെ പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചം നീ ഓരായികിൽ, ആ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന വസ്തു എന്താണെന്ന് നീ അന്വേഷിച്ച് കണ്ടെത്താതിരുന്നാൽ ഇതെല്ലാം വിഭിന്നമായി തന്നെ നിനക്ക് അനുഭവപ്പെടും. ഓരായികിൽ നേര്, ഓരായികിൽ നേര്, ഓരായികിൽ ഉണ്ടാക്കിയോ. അന്വേഷിക്കാതിരുന്നാൽ ഈ കാണുന്നതെല്ലാം ഉണ്ട്. വേരായ നിൻകഴലിലാരാധനം തരണം, ആരാലിതിന്നൊരു വരം, നേരായി വന്നിടുക വേറാരുമില്ല ഗതി, ഹേ രാജയോഗ ജനനി. അല്ലേ? അല്ലയോ രാജയോഗ ജനനി. എന്താണ് രാജയോഗം? 3-4 കടയിൽ ലോട്ടറി അടിക്കുമ്പോൾ 2 കോടി അടിച്ചു കിട്ടുന്നതല്ല രാജയോഗം. പിന്നെയോ, ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്താൻ അന്വേഷിച്ച് നടക്കുന്ന എനിക്ക് ആ ഒരു രാജയോഗം കിട്ടണം. അത് നൽകുന്നത് ആരാണ്? അമ്മേ, നീയാണ്. ഹേ രാജയോഗ ജനനി, എനിക്ക് ആ യോഗാത്മകത നൽകുന്നു. അഖണ്ഡമായിരിക്കുന്ന അറിവിന്റെ ഭാഗമായ ഞാൻ അത് അന്വേഷിച്ച് കണ്ടെത്തുന്നത് രാജയോഗമാണ്. എന്റെ രാജയോഗം അതാണ്. നമ്മുടെയൊക്കെ രാജയോഗം പേരെ ഹേ രാജയോഗ ജനനി, വേരായ നിൻ കടലിൽ. എനിക്കിതിനെ കഴിയുന്നില്ല. ഏത്? ഈ ഒരു ഇരുട്ടിനെ മുറിച്ചു നടക്കാൻ കഴിയുന്നില്ല. വേരായ, ഈ പ്രപഞ്ചത്തിനൊക്കെ ആധാരമായി വേരായി നിൽക്കുന്ന നിന്റെ കാലിൽ ഒരു ആരാധനം. എനിക്കൊരു ആരാധനം തരണം. എനിക്ക് നിന്നെ ആരാധിക്കണം. ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന അല്ലയോ അമ്മേ, നിന്റെ ആ കാലിൽ വന്ന എനിക്കൊരു കാലിൽ ആരാധനം തരണം. അമ്മയുടെ പാദങ്ങളിൽ സത്യാന്വേഷി എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ദൂരം എത്രയാണ്? രാജയോഗ സാമീപ്യത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞു, അല്ലേ? അമ്മയുടെ അകലെയാണ്. അപ്പൊ അമ്മയുടെ പാദങ്ങളിൽ എനിക്ക് പ്രണമിക്കുവാനുള്ള, എന്റെ ആരാധനം നടത്തുവാനുള്ള ഒരു വരം ആരാൽ പെട്ടെന്ന് എനിക്ക് തരണം, അല്ലേ?
ഞാൻ വളരെ ആ നാദരൂപിണിയുടെ അടുത്തെത്തല്ലേ, നേരത്തെ പറഞ്ഞല്ലോ നാദസ്വരൂപിണിയായിരുന്നു, അടുത്തെത്തി കഴിഞ്ഞു. എനിക്ക് അമ്മയുടെ ആ പാദങ്ങളിൽ വന്ന് ആരാധനം നടത്തുവാനുള്ള ഒരു വരം എനിക്ക് പെട്ടെന്ന് തരണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായി? രാജയോഗമാണ്. അല്ലയോ രാജയോഗ ജനനി, രാജയോഗം പ്രദാനം ചെയ്യുന്നവരെ, വേരായ നിൻകടലിൽ ഈ പ്രപഞ്ചത്തിന്റെ സകലത്തിനും ആധാരമായിരിക്കുന്ന നിന്റെ കാൽപാദങ്ങളിൽ വന്ന് നിന്റെ പാദങ്ങളിൽ ഒരു പൂജ നടത്തുവാൻ എനിക്ക് പെട്ടെന്നൊരു വരം തരണം. കാലാശ്രയമായി അണയുന്നവർക്ക് അനുകൂലൻ. കാലിനെ ആശ്രയിക്കുന്നവനാണ് കോലതീരേശൻ, അല്ലെ? അനുകൂലനായിരിക്കുന്നത്. അപ്പൊ കാലിനെയാണ് ആശ്രയിക്കേണ്ടത്. ഭക്തിയെ, അമ്മയുടെ ഭക്തിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് ഈ പ്രപഞ്ചത്തിന്റെ സത്യം മനസ്സിലാക്കുവാൻ അമ്മേ എനിക്കൊരു വരം പെട്ടെന്ന് നൽകിയാണ്. മേലായി മേലായ മൂലമതിയാലാവൃതം ജനനി നീലാസ്യമാടി വിടുമി ഈലാലമായി വനല കോലാഹലം ഭുവനമാലാപമാത്രമഖിലം കാലാദിയായ മൃദുനൂലാലനെയൊരു ലീലാപടം ഭവതിവൈ മേലാക്കി മൂടുമതിനാലുമുള്ളതറിവീല ആഗമാന്ത നിലയെ മേലായ മൂലമതിയാലാവൃതം ജനനി നീ ലാസ്യമാടി വിടുമി. അല്ലയോ അമ്മേ, ഈ പ്രപഞ്ചത്തിന്റെ എല്ലാറ്റിനും ആധാരമായിരിക്കുന്ന മേലായ മൂലമതിയായിരിക്കുന്ന അല്ലയോ അമ്മേ, നീ ലാസ്യമാടി വിടുമി. നിന്റെ ലാസ്യ നൃത്തമാണ്, അല്ലെ? നീ ലാസ്യമാടി വിടും. നീ എന്താ ലാസ്യമാടി വിടുന്നത്? ഈ കീലാലമായി വനല്ല കോലാഹലം, അല്ലെ? ഈ കാണുന്നതെല്ലാം കോലാഹലമാണ്, അല്ലേ? കീലം, ജലം, വായു, അഗ്നി, ആകാശം, അല്ലെ? ഇങ്ങനെ പഞ്ചഭൂതാത്മകമായും അവയുടെ ചേരുവകളോടും കൂടി നീ നിന്റെ ലാസ്യ നൃത്തത്തിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ. മേലായ മൂലമതിയാൽ ആവൃതം ജനനി നീ ലാസ്യമാടി വിടുമീ കീലാല വായ് വനല കോലാഹലം ഭുവനം ആലാപ മാത്രം അഖിലം. ഇത് നിന്റെ നടന വൈഭവമാണ്. നീ അനേകം വേഷപ്പകർച്ചകൾ അണിഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ വൈശിഷ്ട്യമാർന്ന ഒരുപതി ജീവജാലങ്ങളെ നീ സൃഷ്ടിച്ചു വിടുകയാണ്. ഈ ലാസ്യ നൃത്തം അതെന്താണെന്നറിഞ്ഞാൽ ഈ കാണപ്പെടുന്ന സകലതും മേലായ മൂലമതിയിൽ ചെന്ന് ആവൃതമായുണ്ട്. ലാസ്യ നൃത്തം എന്ന് പറഞ്ഞാൽ അവിടെ തിരുവാതിര കളിക്കുന്നതല്ല, ആണോ? അല്ല, ശക്തിസ്പന്ദനം, അമ്മയുടെ ശക്തിസ്പന്ദനം. എന്നെ പോലെയല്ല എന്റെ അച്ഛൻ, എന്റെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന എന്റെ ജ്യേഷ്ഠൻ എന്നെ പോലെയല്ല, ഒരു കാക്കയെ പോലെയല്ല ഒരു തൂക്കുടാൻ കുരുങ്ങിയിരിക്കുന്നത്. കോഴി കുഞ്ഞുങ്ങളെ, താറാവും കോഴി കുഞ്ഞുങ്ങളെയും ഒരേ സമയം നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടാൽ കോഴിക്കുഞ്ഞ് തിരിച്ചു പോകും, താറാവ് വെള്ളത്തിൽ പോകും, അല്ലേ? നിന്റെ ലാസ്യ വൈഭവമാണ് ഈ പ്രപഞ്ചം. റോസരിയുടെ മണമല്ല വെച്ചിപ്പൂവിനുള്ളത്,
താമരയുടെ വലിപ്പമല്ല ചെമ്പരത്തി പൂവിനുള്ളത്. വൈശിഷ്ടമാർന്ന നിറങ്ങളും വാസനകളും രുചികളും സ്വഭാവങ്ങളും എല്ലാം അടങ്ങിയ ഒരു അതിവിശാലമായ ബൃഹത്തായ ലോകത്തെ നീ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ലാസ്യ നടനമാണ്. നാടകത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ലാസ്യ നടനങ്ങൾ. കാലാതിയായ മൃദു നൂലാലെ നെയ്യും ഒരു ലീലാപടം. ഒരു ലീലാപടം. എന്താ ലീലാപടം? നാടകം കണ്ടിട്ടില്ലേ? ഭക്തകുചേലൻ അല്ലേ? ഓപ്പറയൊക്കെ നമ്മൾ പണ്ട് ഇവിടെ വെക്കുമല്ലോ. നമ്മുടെ ഭീമനൊക്കെ വേഷം കെട്ടി വരുന്നത് ഒരു ലീലാപടം. ആ ലീലാപടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് നമുക്കറിയില്ല. അയാൾ അണിഞ്ഞു വന്നിരിക്കുന്ന ആ ലീലാപടത്തിൽ അയാൾ ആ നാടകത്തിലെ ആ ഭാവം അഭിനയിക്കപ്പെടുകയാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? കാലാതിയായ മൃദു നൂലാലെ നെയ്യും ഒരു ലീലാപടം ഭഗവതി മെയ്. അല്ലയോ അമ്മേ, നിന്റെ ശരീരത്തിൽ അല്ലെ യേശുദേവന്റെ ഒരു നാടകം അഭിനയിക്കുന്ന ഒരു നാടക നടൻ യേശുദേവന്റെ രൂപം അണിഞ്ഞിരിക്കുമ്പോ നമ്മൾ അയാളിൽ കാണപ്പെടുന്നത് ആരെയാണ്? യേശുദേവനെ മാത്രമാണ്. അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണുന്നില്ല. ഇവിടെ കാലാതിയായ കാലം ആദിയായ മൃദു നൂലാലെ ഏറ്റവും ലോലമായ നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ഒരു ലീലാപടം, ഒരു കളിവേഷം, നർത്തനവേഷം. ഭഗവതി അല്ലയോമേ, നിന്റെ മെയ് മേലാകെ മൂടിയിരിക്കുന്നതിനാൽ, നിന്റെ ശരീരം മുഴുവൻ ഒരു നർത്തന വേഷം കൊണ്ട് മൂടിയിരിക്കുന്നതിനാൽ ആരും തന്നെ ഈ ഉള്ളത് എന്താണ്, ഈ നടക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ആഗമാന്തനിലേ. ആഗമാന്തം വേദാന്തം. വേദാന്തത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്ന അല്ലയോ അമ്മേ, കാലാതിയായ മൃദു നൂലാലെ നെയ്തെടുത്ത ഒരു ലീലാപടം അമ്മ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ലാസ്യ നൃത്തത്തിൽ എന്താണ് യഥാർത്ഥം എന്നുള്ള, എന്താണ് സത്യം എന്നുള്ള കാര്യം നാം അറിയുന്നില്ല. എന്താണ് കാലം? കാലം വർഷം അല്ലേ? ശാസ്ത്രത്തിന്റെ രീതി അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചൊരു കാലം പറയുന്നു. 13.8 ബില്യൺ അല്ലേ? അപ്പൊ വർഷം വെച്ച് പ്രപഞ്ച സത്യത്തെ അറിയാൻ ശ്രമിച്ചാൽ, വർഷം വെച്ച് പ്രപഞ്ച സത്യത്തെ നീ അറിയാനാണ് ശ്രമിക്കുകയെങ്കിൽ കാലം, ദേശം, നിമിത്തം അല്ലെ? കാലം, രാഹുൽ കാലം, നമുക്കുണ്ട് രാഹുൽ കാലം. രാഹുകാലത്ത് തന്നെ ദൈവം പോകുന്നു. അപ്പൊ നോക്കൂ, അവിടെ ദൈവത്തെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കാലം വെച്ചാണ് അല്ലേ? ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നുമില്ല, എല്ലാം നീ തന്നെയാണ്. അപ്പൊ കാലത്തെ വെച്ചാണ് നീ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സത്യത്തെ അന്വേഷിക്കാൻ നീ ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്തിൽ ചില ദേശങ്ങളുണ്ടല്ലോ, ചില പ്രതിഷ്ഠിതമായ ക്ഷേത്രങ്ങളിൽ ഇന്ന ദേശത്തെ ക്ഷേത്രം, അവിടുത്തെ ദൈവം, അതാണ് ദൈവം. അപ്പൊ അത് നമ്മുടെ അവസ്ഥയാണ്. നമ്മൾ ദൈവത്തെ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് കാലം, ദേശം, നിമിത്തം അല്ലേ? പല്ലി കാട്ടിച്ചാൽ എവിടെ നോക്കും? ഇടത്തിലാണോ വലത്തിലാണോ തലയിലാണോ? നിമിത്തം. പണ്ടൊക്കെ കല്യാണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വധു വരാൻ എന്താ പശുവിനെ കൊണ്ടുവരും ഇല്ലേ? അല്ലേ? പണ്ട് വധു ഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ എതിരെ ഒരു നിമിത്തം അല്ലേ? അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം കിട്ടാനൊരു നിമിത്തം. ഇന്ന് പശു കിട്ടാത്തതുകൊണ്ട് കാർ ഓടിച്ചു കൊടുക്കും അല്ലേ? പശുവിനെ കിട്ടാത്തത് നമുക്ക് നിമിത്തം നമ്മൾ തന്നെ മാറ്റി അല്ലേ? ഇന്ന സ്ഥലത്തെ ദൈവം, ചില പ്രത്യേക ഒരു സ്ഥലത്തിന്റെ പേരില്ല, ഇന്ന സ്ഥലത്തെ ദൈവം, നമ്മൾ അതിനാണ് വണ്ടി പിടിച്ചു പോകും. അവിടെ പോയാൽ അപ്പൊ ഇത്തരത്തിലുള്ള മൃദു നൂലാനെ നെയ്യും ഒരു
ലീലാപടം അമ്മയെ നീ അണിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്ഥലം തിരക്കി പിടിച്ചു പോകണം. അവിടുത്തെ ദൈവത്തിന് മാത്രമേ ശക്തിയുള്ളൂ. വാസ്തവത്തിൽ ഇതെല്ലാം സർവവും നിറഞ്ഞു നിൽക്കുന്ന, അഖണ്ഡമായി സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ദൈവമാക്കി പറയുന്നത്. കാലാതിയായ മൃദുനൂലാനെ നെയ്യും ഒരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടും. അതിനാൽ നീ മൂടിയിരിക്കുന്ന കാലം ദേശം തുടങ്ങിയ ചെറിയ നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ഒരു ലീലാപടം അല്ലയോ അമ്മേ, വേദാന്തത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്ന അമ്മേ, നീ മൂടിയിരിക്കുന്നതിനാൽ നിന്റെ ഈ ലാസ്യ നൃത്തത്തിന്റെ അടിയിലുള്ള ആ മേലായ കുലമതിയെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. കാലാതിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടും. അതിനാലാരും നമ്മളൊക്കെ ഉള്ളത് എന്താണുള്ളത്? അഖണ്ഡമായ ബോധം അതാണുള്ളത്. അറിയുന്നില്ല അല്ലയോ? ഈ വേദാന്തത്തിന്റെ ഇരിപ്പിട, ദൈവത്തെ കുറിച്ച് പറയുന്ന വേദാന്തത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്ന അല്ലയോ അമ്മേ, ഞാൻ ഇതെന്താണ് ഉള്ളതെന്നുള്ള കാര്യം അറിയുന്നില്ല. അതുകൊണ്ട് മേലായ നിൻ കടലിൽ നീ ഇങ്ങനെ മൂടി മറച്ച് നീ ലാസ്യ നൃത്തം ചെയ്യുന്നത് എനിക്ക് എന്താണെന്ന് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുകയാണ്. അമ്മേ, മേലായ നിൻ കടലിൽ എനിക്കൊരു ആരാധന തരണം, അതിനെനിക്കൊരു വരം തരണം. എനിക്ക് വേറെ ആരുമില്ല ഗതി. എന്നാശയം ഗതി പെറുവാൻ, എന്നാശയം ഗതി പെറും ആ നാദഭൂമിയിൽ അമർന്ന് ചിന്നാഭിയിൽ ത്രിപുടി മോഹങ്ങൾ ഒടിയുവാൻ അമ്മേ, എനിക്ക് വേറെ ആരും ഗതിയായിട്ടില്ല. അമ്മ മാത്രമാണുള്ളത്. എനിക്ക് അമ്മ പെട്ടെന്നൊരു വരം തരണം. ഞാൻ എത്രയോ കാലമായി ഇങ്ങനെ വലഞ്ഞു നടക്കുകയാണ് അല്ലെ? ആത്മസഞ്ചാരത്തിന്റെ പാതയിൽ സത്യബോധ ദർശനത്തിന് വേണ്ടി എത്രയോ നാളായി ഞാൻ ഇങ്ങനെ വരഞ്ഞു നടക്കുകയാണ്. അമ്മയുടെ ഈ ലാസ്യ നൃത്യം എനിക്ക് മനസ്സിലാക്കി. ആ ഈ ലാസ്യ നൃത്യമെല്ലാം മേലായ മൂലമതിയാൽ ചെന്ന് അമരുന്നതാണ്, അതിൽ ചെന്ന് മറയുന്നതാണ്. പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാൻ അമ്മേ, എനിക്ക് ആ രാജയോഗം ഒന്ന് തരണമേ. ഇതല്ലേ ദൈവദർശനത്തിൽ പറയുന്നത് അല്ലേ? നീയല്ലോ അല്ലെ? ഭൂതവും ഭാവിയും വേറല്ല അല്ലേ? ഭൂതവും വർത്തമാനവും ഒന്നും അല്ല, എല്ലാം നീ തന്നെയാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് ഭൂതവും വർത്തമാനവും. ഈ ഒരു നിമിഷം, ഈ പ്രസന്റ് അല്പം മുമ്പ് ഭാവിയായി, അത് ഇപ്പൊ മാറി ഭൂതമായി. അപ്പൊ ആ പ്രസന്റിനെ, ഈ നിമിഷത്തെ ജീവിതത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട്. മീനായതും ഭവതി മാനായതും ജനനി നീനാകവും നഗകം താനായതും തരനദീനാരിയും നരനുമാനാകവും നരകവും നീനാപരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ജ്ഞാനായതു ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും മീനായതും ഭവതി അല്ലെ? നീ ലാസ്യ നൃത്തമാടുകയാണോ? നീ മീനായതും ഭവതി. ഈ മീനായി ജലത്തിൽ കിടക്കുന്നതും നീ തന്നെയാണ്. മീനായതും ഭവതി മാനായതും ജനനി. കാട്ടിലെ മാൻ രണ്ടിന്റെ വ്യത്യസ്തത. ഒന്ന് വെള്ളത്തിൽ, അതിന്റെ രൂപം, അതിന്റെ ഭംഗി അല്ലെ, എല്ലാം വ്യത്യസ്തമാണ്. മീനായതും ഭവതി മാനായതും ജനനി നീനാകവും നഗകം അല്ലെ? പാമ്പ്, നഖ, ഗഖം, പക്ഷി, പർവ്വതം, ഇതെല്ലാമായിരിക്കുന്നത്
നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അതോട് വെച്ചാൽ മതി. മീനായതും ജനനിമാന മീനായതും ഭവതി മാനായതും ജനനി നീനാകവും നഖകം താനായതും തരനദീനാരിയും നരനുമാനാകവും നരകവും. നരകവും സ്വർഗവും എല്ലാമായിരിക്കുന്നത് നീ തന്നെയാണ്. നീ നാമരൂപമതിൽ അല്ലെ? ഇപ്പൊ പറഞ്ഞിരിക്കുന്നുണ്ട് മീന്, മാന്, പർവ്വതം, പക്ഷി, നാഗം, മനുഷ്യൻ, സ്വർഗം, നരകം. എല്ലാം വ്യത്യസ്തതയാണ് അല്ലെ? അപ്പൊ നോക്കൂ, നീ നാമരൂപം അല്ലെ? ഓരോന്നിനും ഓരോ പേര് കൊടുത്തിരിക്കുക. ഇവിടെ ഞാനുണ്ട്, ഗിരീഷ് കുമാർ, രാജലക്ഷ്മി അല്ലെ? ഓരോ പേര് നീ തന്നെയാണ്. നാമവും ഒരു പ്രത്യേക രൂപവും ഉണ്ട് അല്ലെ? പക്ഷിക്കും പറവയ്ക്കും പാമ്പിനും എല്ലാത്തിനും പേര് കൊടുത്തിരിക്കും. നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി. ഇങ്ങനെ വ്യത്യസ്ത വൈചിത്ര്യമാർന്ന ഭാവങ്ങളോടുകൂടി വിവിധ ഭാവങ്ങളോടുകൂടി നിൽക്കുന്ന ഇതിനെയെല്ലാം അറിയുന്ന ഈ ഞാനായതും ഈ ഞാനും അവന് വിവിധ പേരുകൾ നൽകി അല്ലെ? വാക്കുകൾ, അക്ഷരങ്ങൾ, നാദരൂപിണി എന്നാ പറയുന്നത്. ഇതിനെല്ലാം തിരിച്ചറിയുന്ന വാക്കുകളുണ്ട്. ഹേ നാദരൂപിണി. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം അത് ശബ്ദമയമാണ്. ശാസ്ത്രവുമായിട്ട് ബന്ധിപ്പിച്ചു, അത് ബന്ധിപ്പിച്ചു പഠിക്കും. ഒരുപാട് ശാസ്ത്രമുണ്ട് അല്ലെ? ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സിനെ കുറിച്ച് നിരവധി ശാസ്ത്രമില്ലേ? അതിന്റെ എല്ലാം അവസാനം ചെന്ന് നിൽക്കുന്ന ഒരു ഡാർക്ക്നെസ്, ഇരുട്ടിലാണ്. അതിനപ്പുറം എന്താ? അപ്പൊ നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി. അഹോ അത് ഭയങ്കര അതിശയമായിരിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ നിന്റെ സൃഷ്ടി വൈഭവം. അനേകം പേരുകളോടുകൂടി, അനേകം ആഗ്രഹങ്ങളോടുകൂടി, അനേകം വൈകാരികമായ ബന്ധങ്ങളോടുകൂടി. ദീപിക പറയുന്നത് പേരായിരം പ്രതിഭയായിരമിങ്ങിവെത്തിലാരാലെഴും വിഷയമായിരമാ പ്രപഞ്ചം. ഓരായിരേ അല്ലെ? പേരും പ്രതിഭയുമായി ആയിരക്കണക്കിന് വിഷയങ്ങളായിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അതാണ് പറയുന്നത്. പേരായിരം നീ നാമരൂപം, പ്രതിഭയായിരം പേരായിരം പ്രതിഭയായിരമിങ്ങിവെത്തിലാരാലെഴും വിഷയം ആയിരമാം പ്രപഞ്ചം. ഓരായിൽ നേരിത് അല്ലെ? കിനാവുണരും വരയ്ക്ക്. ഉറക്കത്തിൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് സത്യമാണ് അല്ലെ? കിനാവ് ഉണരും വരയ്ക്കാണ്. നമ്മൾ ഉണരുന്നത് വരെ ഉറക്കത്തിൽ കണ്ട സ്വപ്നങ്ങൾ മാത്രമാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കണ്ട സ്വപ്നങ്ങളെല്ലാം ഉറങ്ങിക്കിടന്നവരിൽ തന്നെ അവശേഷിക്കുകയാണ്. അതിന് മറ്റൊരു വാസസ്ഥലമില്ല. അതുപോലെ തന്നെയാണ് പ്രപഞ്ചം. ഒന്നായിരിക്കുന്ന മാമതിയിൽ നിന്ന് ആയിരക്കണക്കിന് വിഷയങ്ങളാകുന്ന ഈ പ്രപഞ്ചമുണ്ടായി. ആ പ്രപഞ്ചം നിലനിൽക്കുന്നതെല്ലാം സകലതും നിലനിന്ന് അല്പം കഴിഞ്ഞ് നശിച്ച് തിരികെ അതിൽ ചെന്ന് ചേരുന്നു.
നീനായതും ഭവതി മാനായതും ജനനി നീനാമൻ മീനായതും അല്ല ഞാൻ അതിന്റെ വരെ പോയി. മീനായതും ഭവതി മാനായതും ജനനി നീനാകവും നഖകം താനായതും ധരനദീനാരിയും നരനുമാനാകവും നരകവും നീ നാമരൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമി ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഘോ നാടകം നിഖിലം. അല്ലെ, ഈ പ്രപഞ്ചം ഏത് അതിവിശാലമായി ഏതൊരിക്കലും പിടികിട്ടാത്ത ഒരു നാടകമായി നിന്റെ ലാസ്യനൃത്തമായി നിലനിൽക്കുകയാണ്. അല്ലയോ അന്നെ. അടുത്ത എൻ പാടുന്നറിവ് നിൻ പാദത്താരിലെഴുവൻ അൻപാട് മൗലിയൊരിലും വാമനം ധനുരഹം ഭാവിയാടു വിജയി അമ്പാതരുന്നു വിജയം പാപപങ്കിലമഖം ഭാനമാകുമതിനാൽ വൻഭാരമാനധനവും ഭാനമാമുലകവും ഭാനമാകുമഖിലം എൻ പാപമേവസിനോരൻപായിരുന്നറിവ്. എനിക്ക് അതേ തെറ്റുപറ്റി, തന്മതി മറന്നു, ഞാൻ ഇതിലോട്ടേക്ക് പോയി. പിന്നെ എന്റെ ജീവിതമല്ല പാപകർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞതായി എനിക്ക് ഇപ്പൊ ബോധ്യം വന്നിട്ടുണ്ട്. എനിക്ക് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതെല്ലാം പാപകർമ്മങ്ങളിൽ അകപ്പെട്ടിങ്ങനെ ജീവിക്കുകയല്ല എന്നുള്ള ബോധ്യം വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ പാപകർമ്മങ്ങളെ എൻ പാപം എയ്വതിന് ഒരമ്പായിടുന്നറിവ്. അമ്പ് അല്ലെ, അമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ ഒരു ആയുധം അല്ലെ, രണ്ടറ്റത്തും ഇങ്ങനെ കയറുമ്പോൾ ഒറ്റയ്ക്ക് കയറും, തിരിച്ചെടുത്താൽ മൂന്നത്തോളായിട്ട് തിരിച്ചു. അത് ശത്രുവിനെ നിഗ്രഹിക്കാൻ അമ്പ്. അമ്പത്തിനുള്ളതാണ്, ശത്രുവിനെ നിഗ്രഹിക്കാനുള്ളതാണ്. ഇവിടെ ആരെയാ നിഗ്രഹിക്കേണ്ടത്? മറ്റൊരു മനുഷ്യനെ അല്ല, മറ്റൊരു ജീവിയെ അല്ല, മറ്റൊരു പ്രകൃതി വസ്തുവിനെ അല്ല, പിന്നെ എന്റെ പാപകർമ്മങ്ങളെ എയ്ത് തോൽപ്പിക്കുന്നതിനുള്ള അമ്പ് എന്ന് പറയുന്ന മറ്റേ പൂർത്ത സാധനമില്ല. പിന്നെന്താണ്? അറിവ്. അപ്പൊ എന്റെ പാപം എന്താണ്? ഒരുവന് നല്ലതും അന്യനല്ലതും ചേർന്ന തൊഴിൽ. അതാണ് എന്റെ പാപം. വേറെ ഒന്നും പറയുന്നത്. ഒരുവന് നല്ലതും അന്യന് ദോഷം ഉണ്ടാകുന്നതുമായ തൊഴിലാണ് എന്റെ പാപം. അപ്പൊ എന്റെ പാപകർമ്മങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള അമ്പ് അത് അറിവാണ്. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവ്. അല്ലെ, ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശത്രുവിനെ കൊന്നൊടുക്കാനല്ല പറയുന്നത്, പിന്നെയോ ശത്രുതയെ നിർമ്മാർജ്ജനം ചെയ്യുക. കൊലയല്ല, ഉന്മൂലനമല്ല, ജ്ഞാനം, അറിവ് സ്വായത്തമാക്കി നീ പാപകർമ്മങ്ങളിൽ പെടാതെ ഈ ഭൂമുഖത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവ് നിൻ പാദത്താരിലെഴുവൻ അൻപാട് മൗവി. അൻപ്, പ്രേമം. എന്റെ പ്രേമം ആരോടുള്ള? അമ്മയോടുള്ള എന്റെ പ്രേമം, എന്റെ ഭക്തി, അമ്മയുടെ പാദകമലങ്ങളിൽ ഞാൻ അർപ്പിക്കുന്ന എന്റെ ഭക്തിയാണ്.
അപ്പൊ ദൈവത്തിന്റെ പാദപുഷ്പങ്ങളിൽ അർപ്പിക്കുന്ന ഭക്തിയാണ് ആ അമ്പിൽ കെട്ടുവാനുള്ള, അല്ലെ, അമ്പല്ല, വില്ലിൽ കെട്ടുവാനുള്ള ഞാൻ. അമ്പ് കുലയ്ക്കണമെങ്കിൽ 2 സാധനങ്ങൾ വേണം. എന്തൊക്കെ വേണം? വില്ല് വേണം, അതിൽ കെട്ടാൻ ഞാൻ വേണം, അല്ലെ. ഞാൻ അമ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണ്? അറിവ്, ജ്ഞാനം. എന്റെ പാപകർമ്മങ്ങളെ ഇല്ലാതാക്കി ഈ ജ്ഞാനപ്രകാശം എനിക്ക് കിട്ടുന്നതിനുള്ള അമ്പ് ഞാൻ അറിവാണ്. പിന്നെ അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. പിന്നെ എനിക്ക് എന്ത് വേണം? നിൻ പാദതാരിടുവൻ അൻപാണു മൗർവി. നിന്റെ പാദപത്മങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്ന ഭക്തിയാണ് ഞാൻ. ആ അൻപ് സ്നേഹമാണ്. ആ സ്നേഹത്തെ, സ്നേഹമാകുന്ന ഭക്തിയാകുന്ന ഞാനിനെ ഇരുമ്പാം മനം ധനുർ അമ്പ്, അല്ലെ, വില്ല്. ഇരുമ്പാകുന്ന വില്ലിൽ, ഇവിടെ വില്ലെന്താണ്? മനസ്സ്. നോക്കൂ, ഉറച്ച, മതിക്ക് ചാഞ്ചാട്ടമില്ലാത്ത, മല്ലാടാത്ത, അല്ലെ. ഇപ്പൊ എല്ലാം മല്ലാടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മതിക്ക് മല്ലാട്ടമില്ലാത്ത ഒരു ഉറച്ച മനസ്സിൽ അമ്മയുടെ പാദപത്മങ്ങളിലുള്ള ഭക്തിയാകുന്ന ഞാൻ ഉപയോഗിച്ച് കെട്ടുന്ന വില്ലിൽ അറിവിന്റെ ശരങ്ങൾ കൊടുത്താണ് ഞാൻ എന്റെ പാപകർമ്മങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. അൻപാട് മൗഢ്യൊരിരുമ്പാമനം ധനുരകം ഭാവിയാണു വിജയി. ഇങ്ങനെ ചെയ്യുമ്പോൾ ആരാ വിജയിക്കുന്നത്? അഹംഭാവം. എന്റെ അഹംബോധം വിജയിക്കുകയാണ്. ഞാനും അഖണ്ഡമായ ബോധവും ഏകമാണെന്നുള്ള വിജയത്തിലേക്ക് ഞാൻ എത്തിച്ചേരും. അഹംഭാവിയാണ് വിജയം. അപ്പോ അറിവിനെ, ഭക്തിയെ, ഉറച്ച മനസ്സിനെ, അതാണ് സാരം. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ കൊണ്ട് വിദ്യാഭ്യാസം തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾക്ക് ഈ ഉറച്ച മനസ്സ്, ജ്ഞാനം സ്വീകരിക്കണം, ഭക്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ശാരദ വിദ്യാദേവതയായിരുന്നു. നമ്മൾ പോകുന്നത് എവിടെയാണ്? ശൂലത്തില്, അല്ലേ? ശൂലത്തില് 10,000 തലയും കഴുത്തുമാരും, അല്ലെ, ചവിട്ടി പിടിച്ചൊക്കെ വെച്ചിരിക്കുന്നതിന് കുന്തത്തിലുമൊക്കെ നിൽക്കുന്ന രൗദ്രഭാവത്തിലുള്ള ദേവീസങ്കല്പമാണ്. അറിവിന്റെ ദേവതയെ ഉപാസിക്കണം. അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അൻപാട് മൗലിയൊരിരുമ്പാമനം തനുരകം ഭാവിയാണു വിജയി. അമ്പാതരുന്നു വിജയം. എന്റെ ആത്മബോധത്തിന് ഈ സത്യസാക്ഷാത്കാര ദർശനം തന്നെ എന്നെ വിജയിപ്പിക്കുന്നത് ആരാണ്? അമ്മയാണ്. അമ്പാതരുന്നു വിജയം പാപപങ്കിലമകം ഭാനമാകുമതിനാൽ. എന്റെ അഹം, എന്റെ ഉള്ള് പാപപങ്കിലമായിരിക്കുന്ന എന്റെ ഉള്ളിനെ വിജയം തന്ന് പ്രകാശപൂരിതമാക്കിയത്, ഭാനമാക്കി മാറ്റിയത് ആരാണ്? അമ്മയാണ്. അമ്പാതരുന്നു വിജയം പാപപങ്കിലമകം ഭാനമാകുമതിനാൽ. അല്ലെ, ഇപ്പൊ എന്റെ അഹം പാപകർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഞാൻ പ്രകാശപൂരിതമായി നിൽക്കുകയാണ്. സത്യ ദർശന ലക്ഷ്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. അപ്പോഴോ വൻഭാരമാർന്ന ധനവും. എന്റെ ഈ വലിയ ഈ തടിച്ച ശരീരം ഞാൻ വിചാരിച്ചിട്ട് ഞാൻ അടക്കുകയാണ്. ഒന്നുമല്ല. വൻഭാരമാർന്ന ധനവും ഭാനമാവും. അതും എന്താണ്? പ്രകാശത്തിന്റെ ഭാഗമാകുന്ന ഞാൻ ഭാനമാകും. ഈ അഖിലവും, ഈ കാണപ്പെടുന്ന സകലതും, ഈ തടിച്ച ശരീരവും ഞാനും, ഇതെല്ലാം അറിവിന്റെ ഭാവഭേദങ്ങളാണെന്നുള്ള വിജയത്തിലേക്ക് ഞാൻ എത്തിച്ചേരും. അതിന് എന്നെ പ്രാപ്തമാക്കിയത് അറിവാണ്.
ഭക്തിയാണ്, ചാഞ്ചാട്ടമില്ലാത്ത എന്റെ മതിയാണ്, മനസ്സാണ്. ഇത് മൂന്നിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ് എന്റെ വിജയം. ആ വിജയത്തിനാണ് അമ്മ എനിക്ക് വിജയം തരുന്നത്. സത്തായി നിന്നു പരിചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും. സത്തായി നിന്നു പരിചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും. കൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയ വിസ്താരമന്നമതിനത്താവുമായി വിരസും. സിദ്ധാനുഭൂതിയിലുമെത്താതെയ അതിമഹത്തായിടും ജനനി. സത്തായി നിന്നു ഈ പ്രപഞ്ചത്തിന്റെ കാരണമായിരിക്കുന്ന എല്ലാത്തിന്റെയും സത്തായിരിക്കുന്നത് അമ്മേ നീയാണ്. സത്തായി നിന്നു ഉപരി ചിത്തായി, എന്റെ ചിത്തായി, ചിത്തത്തിൽ എന്തുണ്ട്? വസ്തുബോധവുമുണ്ട്, ജ്ഞാനവുമുണ്ട്. ചിത്തായി ഉപരി ചിത്തായി നിന്നുപരി മുത്തായി സർവമായ ആനന്ദം. നീ സത്യം ജ്ഞാനം ആനന്ദം, നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. അത് വേറെയാണോ? ഓതും മൊഴി. ഞാൻ ഈ വാക്കുകൾ കൊണ്ടാണല്ലോ ഈ വസ്തുക്കളെല്ലാം തിരിച്ചറിയപ്പെടുന്നത്. ഈ വസ്തുക്കളിലെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്നത് നിന്റെ ഭാവാംശമാണ്. ഈ വാക്കുകളും അതും നീ തന്നെയാണ്. സത്തായി നിന്നു പരിചിത്തായി രണ്ടും, അല്ലെ? ഇപ്പൊ സത്തും ചിത്തുമായി, മുത്തായി മുത്ത് ആനന്ദവുമായി, സച്ചിദാനന്ദം. അപ്പം സച്ചിദാനന്ദ സ്വരൂപമായി വിളങ്ങി നിൽക്കുന്ന എന്റെ ഹൃദയം, ആ ഹൃദായി നിന്നതിന് വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി. വിണ്ണ്, ആകാശം, ദൃഷ്ടി, അല്ലെ? ദൃഷ്ടി എന്നതിന് പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളായി എന്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന ഇന്ദ്രിയങ്ങളായും ഒക്കെ നിലനിൽക്കുന്നത് എല്ലാം എന്ന് തന്നെയാണ്. നീ തന്നെയാണ്, സർവവും നീ തന്നെയാണ്. ഒത്തായിടും വിഷയ വിസ്താരമന്നതിനത്താവുമായി വിരസ്തു. സിദ്ധാനുഭൂതിയിലും എത്താതെയാണ്. സിദ്ധാനുഭൂതിയിൽ, അല്ലെ, സത്യദർശന സാക്ഷാത്കാരത്തിന് വേണ്ടി തുനിഞ്ഞിറക്കിയിരിക്കുന്ന സിദ്ധന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിലുള്ളതായിട്ടുള്ളതാണ് അമ്മേ നീ. സത്തായി നിന്നു പരിചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും. എന്റെ ഹൃദയമാണ് ഇത് മൂന്നും അറിയും. അതിന് വിത്തായി മരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയ വിസ്താരമന്നമതിനത്താവുമാ വിലസും. സിദ്ധാനുഭൂതിയിലുമെത്താതെയ അതിമഹത്തായിടും ജനനി. അപ്പൊ ഈ സർവവുമായി പിരിഞ്ഞു നിൽക്കുന്നത് അമ്മേ നീ തന്നെയാണ്. ഭൂവാദിഭൂതമതിനാവാസമില്ല വെറുമാഭാസമാമിതറിവിൻ. ആഹാവിശേഷമിതിനാവാസമിങ്കുല ഇലാവാദിദം ഭവതിയാൽ. നാവാദി വിഷയിതാവാസമജ്ജ ഭവതാവാസമാകെ വിരസും. ദ്യോവാനദിന്നെ മഹിമാവാരറിഞ്ഞു ജനനി വാഴ്ത്തുവാനും വരുന്നേ. ഭൂവാദിഭൂതം, പഞ്ചഭൂതങ്ങൾ, ഭൂമി, ആകാശം, അഗ്നി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ആവാസമില്ല. അത് വെറും അഖണ്ഡമായ അറിവിന്റെ പ്രതിച്ഛായകൾ മാത്രമാണ്.
അറിവിന്റെ പ്രകടമായ ഈ മഹദവിശേഷമാണ്. ഇതിന്റെ ആവാസം ഭവതിയാൽ ഉണ്ടാക്കപ്പെടുക. അതിന് സ്ഥായിയായ നിലനിൽപ്പില്ല. നിന്റെ വാസസ്ഥലം എങ്ങും പ്രകാശിക്കുന്ന ഹൃദയാകാശമാണ്. നിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് എന്നും പ്രകാശിക്കുന്ന ഈ ഹൃദയാകാശമാണ്. ഈ ഹൃദയാകാശത്തിൽ വിരിഞ്ഞു നിൽക്കുന്നതാണ് ഈ സകല പ്രപഞ്ചവും. കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ട് അറിയും അനേക ജഗത്തും ഓർക്കിൽ എല്ലാം പരവഴി തന്നിൽ ഉയർന്ന ഭാനുവാൻ തന്റെ ഗുരു ആണ് തിരഞ്ഞു കയറണം. നിങ്ങളത് തിരഞ്ഞു കയറണം. ഞാൻ നിർത്തുന്നു. നമസ്കാരം.